3 ഡയമെൻഷൻ ജിയോമെട്രി എന്ന 11ാം ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം അവയുടെ നോട്ട്സ് എഴുതിയെടുത്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കണ്ട ഉടനെ നമുക്ക് A1 എഴുതാം. A1 എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന പോയിൻ്റാണ് I + 2j - 4k. A2 രണ്ടാമത്തെ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ 3i + 3j - 5k. അപ്പോൾ നമുക്ക് ഇവിടുന്ന് A2 - A1 ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. 3 - 1 എന്ന് പറയുമ്പോൾ 2i 3 - 2 + j 1j -5 + 4 -k. ഇതായിരിക്കും A2 - A1. ഇനി ഇത് നോക്കിയാൽ ഇവിടെ ബി സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് പാലിലാണ്. അപ്പം പാലിലാകുമ്പോൾ നമ്മൾ ഇത് ബി ആയിട്ട് അങ്ങ് എടുത്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? 2i + 3j + 6k. അപ്പോൾ ഇവിടെ രണ്ട് സെയിം B1 B2 സെയിം ആയിട്ട് വരുമ്പോൾ നമ്മൾ ബി ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് ആണെന്ന് കാണുന്നു. പാരലൽ ലൈൻസ് കാണാനുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചു. ബി ക്രോസ് ആണ്, ഡോട്ട് അല്ല. A2 - A1 ബൈ അബ്സല്യൂട്ട് വാല്യൂ ബി. ഇതാണ് നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ബി ക്രോസ് A2 - A1 എന്ത് വരും നമുക്കൊന്ന്. അപ്പോൾ ക്രോസ് ആയതുകൊണ്ട് ij ഒക്കെ വെക്ടർ ബി 2 3 6 ആണ്. പിന്നെ നമുക്ക് A2 - A1 വന്നിരിക്കുന്നത് 2 1 - 1 ആണ്. 2 1 - 1. ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മളൊന്ന് എഴുതിയാൽ I × -3 - 6 -j × നമുക്ക് ഈ റോയി കോളം കളഞ്ഞു കഴിഞ്ഞാൽ -2 - 12 എന്ന് വരും. + k × 2 - 6 എന്ന് വരും. അപ്പോൾ I × -3 - 6 -j × -2 - 12 + k × 2 - 6. അപ്പോൾ എന്താണ്? -9i + 14j - 4k. ഇതായിരിക്കും നമുക്ക് ബി ക്രോസ് A2 - A1 കിട്ടി. ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് ഫോർമുല അനുസരിച്ച് ഫ്രം 1 നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂകൾ നമ്മളൊന്ന് കണ്ടുപിടിക്കാം. ഈ ഫോർമുല നമുക്ക് ഇങ്ങനെ വേണം എഴുതാം. ബി ക്രോസ് A2 - A1 അതിന് മാത്രമായിട്ട് അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കും. ഇവിടെ ഇപ്പോൾ രണ്ട് അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ കാര്യത്തിൽ ഒരെണ്ണം കണ്ടാൽ മതി. ഇങ്ങനെ നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ ഇവിടെ നമുക്ക് എന്താ എഴുതാൻ പോകുന്നു? ഇത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ബി ക്രോസ് A2 - A1 ഇത്രയുമാണ്. അപ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? √9² + 14² + -4² ബൈ ബിയുടെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? √2² + 3² + 6². അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാൽ അതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. √81 + 196 + 16 by √4 + 9 + 36. അപ്പോൾ നമുക്ക് സം ചെയ്ത് നോക്കിയാൽ 81 196 16 ആണ്. അപ്പോൾ ഇത് നമുക്ക് √293 വരും. താഴെ 36 + 9 + 4 ആണ്. 40 √49 അത് 7 വരും. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പം ഇവിടെ ഇതൊരു നമുക്കൊരു സംഖ്യയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രണ്ട് ലൈൻസ് പാരലായിട്ട് വന്നതുകൊണ്ടാണ് നമ്മളിത് ബി ആയിട്ട് അങ്ങ് എടുത്തത്. ഈ പാരലായിട്ട് വരുമ്പോൾ നമ്മൾ ബി ആയിട്ട് എടുക്കാം. അപ്പോൾ ഫോർമുലയ്ക്ക് ഇവിടെ ഡോട്ടിന് വരെ ഒരു ക്രോസ് വരുമോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതായിരിക്കും ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും നേരം നമ്മളെ ഒരു ലൈനിൻ്റെ ഇക്വേഷനെ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ട പ്ലെയിനാണ്. എന്താണ് ഒരു പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞാൽ? പ്ലെയിൻ എന്ന് കേൾക്കുമ്പോൾ ഒരു സർഫസ്, നമുക്കൊരു ബ്ലാക്ക് ബോർഡ്, ഇതൊരു സർഫസ്, ഒരു പ്ലെയിൻ ആണെന്ന് നമ്മൾ പറയാം. പിന്നെ ഒരു ബുക്കിൻ്റെയൊക്കെ പേജ് അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ, അങ്ങനെയുള്ള സർഫസിനെയൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പ്ലെയിൻ എന്ന് പറയും. പക്ഷേ എല്ലാ പ്ലെയിനും എല്ലാ സർഫസും പ്ലെയിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലെയിൻ്റെ ഡെഫിനേഷൻ തന്നെ ഇതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ബ്ലാക്ക് ബോർഡ് പോലെ ഒരു പ്ലെയിൻ എടുത്താൽ അതിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ലൈൻ സെഗ്മെൻറ്റ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് പ്ലെയിന്. ആ പ്ലെയിനിൽ തന്നെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതൊരു പ്ലെയിൻ ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു സർഫസ് പ്ലെയിൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് സാധിക്കുന്നത്? അതിലെ ആ സർഫസിലെ 2 പോയിന്റ് എടുത്ത് നമ്മൾ ജോയിൻ ചെയ്യും, നമുക്കൊരു ലൈൻ സെഗ്മെൻറ്റ് കിട്ടും. ആ ലൈൻ സെഗ്മെൻറ്റ് ഫുള്ളി ആ ഇതിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയാൻ സാധിക്കും? അതൊരു പ്ലെയിൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു 2 പോയിന്റ് എടുത്ത് യോജിപ്പിക്കുമ്പോൾ അതിനകത്ത് ഇല്ലാത്ത വരുന്നതായിട്ടുള്ള സർഫസസ് വല്ലതും ഉണ്ടോ? അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളത് ഒരു സർഫസ് ഇങ്ങനെയുള്ള സർഫസ് എപ്പോഴും പ്ലെയിൻ ആയിരിക്കണമെന്നില്ല, ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിലുള്ള 2. അപ്പോൾ ഇവിടെ നമ്മൾ 2 പോയിന്റ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയും 2 പോയിന്റ്സ് എടുത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ലൈനിൻ്റെ എല്ലാ ഭാഗവും ഈ പ്ലെയിനകത്ത് തന്നെ ഈ സർഫസിനകത്ത് വരുന്നില്ല, ചില ഭാഗമൊക്കെ വെളിയിലാണ് സർഫസിന് വെളി. അപ്പോൾ ഇതൊരു പ്ലെയിൻ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ എന്താ മനസ്സിലാക്കി? സർഫസ് ഈസ് സെഡ് ടു ബി എ പ്ലെയിൻ ഇഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് any 2 points will fully contained in that surface is called a plane. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സർഫസും പ്ലെയിൻ അല്ല, പ്ലെയിൻ ആകണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു പ്ലെയിൻ എടുക്കാമെന്ന് വിചാരിച്ചു, ഇങ്ങനൊരു പ്ലെയിൻ എടുക്കുക. അപ്പോൾ ആ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 90 ഡിഗ്രി നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നോർമൽ ടു ദ പ്ലെയിൻ എന്ന് പറയുന്നത്. നോർമൽ ടു ദ പ്ലെയിൻ, ഈ പ്ലെയിന് നോർമലാണ് ഇതെന്ന് പറയും. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്നുള്ള അങ്ങനെ ഒരു നോർമൽ ലൈനാണിത്. ഇപ്പോൾ നോർമൽ ടു ദ പ്ലെയിൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഏതൊരു ലൈനും ഒരു ഡയറക്ഷൻ റേഷ്യോ കാണുമല്ലോ. അപ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലർ ലൈനും ഒരു ഡയറക്ഷൻ റേഷ്യോ ഉണ്ട്. അതിനെ നമ്മൾ നോർമൽ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദി പ്ലെയിൻ എന്ന് പറയും. ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ഒരു പ്ലെയിനിനെ പെർപെൻഡിക്കുലറായിട്ട്, ഇപ്പം ഇങ്ങനെ ഒരു പ്ലെയിൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ, ഈ ഒരു ലൈൻസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചു, അതിനെയാണ് നമ്മൾ നോർമൽ ഓഫ് ദി പ്ലെയിൻ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു ലൈൻ നമ്മൾ നോർമൽ ഓഫ് ദി പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ആകുമ്പോൾ അതിനൊരു ഡയറക്ഷൻ റേഷ്യോ കാണും. ആ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ റേഷ്യോ, ഈ ലൈൻ സെഗ്മെൻറ്റ് ഡയറക്ഷൻ റേഷ്യോ നമ്മൾ നോർമൽ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദി പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വന്നത് ഒരു പ്ലെയിൻ ഒരിക്കലും ഡയറക്ഷൻ റേഷ്യോ ഡയറക്ഷൻ കൊസൈനോ ഇല്ല. പക്ഷേ നോർമൽ ടു ദ പ്ലെയിൻ എപ്പോഴും എന്തൊക്കെയുണ്ട്? ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പ്ലെയിൻ ഒരിക്കലും ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും കാണത്തില്ല. കാരണം പ്ലെയിൻ നമുക്കൊരു ഡയറക്ഷൻ പറയാൻ പറ്റും. പക്ഷേ അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഈ നോർമലിന് എപ്പോഴും എന്തുണ്ട്? ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും ഉണ്ടെന്ന് ഓർക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ജനറൽ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ആണ്. ജനറൽ ഇക്വേഷൻ. ജനറൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാർട്ടീഷ്യനും ഉണ്ട്, പിന്നെ വെക്ടർ ഫോമും ഉണ്ട്. വെക്ടർ ഇക്വേഷനും ഉണ്ട്, കാർട്ടീഷ്യൻ ഇക്വേഷനും. കാർട്ടീഷ്യൻ ഇക്വേഷൻ നമ്മൾ റെക്ടാംഗിൾ ഇക്വേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. റെക്ടാംഗിൾ, ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ റെക്ടാംഗിൾ ഇക്വേഷൻ എന്നാണ് കാണുന്നത്. ഇപ്പോൾ റെക്ടാംഗിൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണെന്ന് ഓർക്കുക. വെക്ടർ ഫോം നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കൊരു പ്ലെയിന്, ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടെന്ന് കരുതും. അപ്പോൾ അതിൻ്റെ ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ, ജനറലായിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ AX + BY + CZ + D = 0. ഇതായിരിക്കും ഒരു പ്ലെയിനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഇക്വേഷനാണ് AX + BY + CZ + D = 0. ഇപ്പോൾ ഇവിടെ D എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. X, Y, Z ഇവിടെ എല്ലാം നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ Aയും Bയും Cയും എന്തായിരിക്കും? അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആ നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും ABC എന്ന് പറയും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പ്ലെയിനിന് ഡയറക്ഷൻ റേഷ്യോ ഇല്ല. അപ്പം ഈ നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു നമ്പറാണ്.
ഈ നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഈ പ്ലെയിനെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ABC ആണെങ്കിൽ ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? AX + BY + CZ + D = C. ഇതിനെ നമുക്ക് R dot AI + BJ + CK + D = 0 എന്ന് നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ R എന്ന് പറയുന്നത് XI + YJ + ZK ഡോട്ട് AI + BJ + CK + D = 0. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ശരിയല്ലാന്ന് നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഇതോടെ നിൽക്കട്ടെ. AX + BY + CZ + D = 0 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. കാരണം എന്താ? നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ A × X AX + B × Y BY + C × Z CZ + D = 0 എന്ന് എഴുതാം. ഇവിടെ പ്ലസ് ആണ്, + D = 0 എന്ന്. അപ്പോൾ അത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന നമുക്ക് ഇത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും എടുക്കുന്നതിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ R dot AI + BJ + CK + D = 0. അപ്പോൾ ഇതതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു കാർട്ടീഷ്യൻ ഇക്വേഷൻ പറഞ്ഞു. ഇപ്പോൾ 9x + 3y + 4z - 5 = 0 ഒരു പ്ലെയിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ 9, 3, 4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു നോർമൽ വരച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ റെപ്രസെൻറ്റ് ചെയ്യാനാണ് 9, 3, 4 എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ അതിൻ്റെ വെക്ടർ ഫോം എഴുതുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ വെക്ടർ ഫോം എഴുതാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം കാർട്ടീഷ്യൻ ഫോം അറിയാമെന്നുണ്ടെങ്കിൽ വെക്ടർ ഫോമിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്താൽ മതി? R dot ഇടുക. അതിനുശേഷം ഈ X ഉം Y Z എടുത്ത് മാറ്റിയിട്ട് IJK എടുക്കുക + D = 0. ഇനി വരാനുള്ള കാരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക നമുക്ക് ഇങ്ങനെ വരും. ഇതായിരിക്കും അതിൻ്റെ വെക്ടർ ഫോം, ഇതായിരിക്കും. അപ്പോൾ ഇത് കാർട്ടീഷ്യൻ ഫോം, ഇത് വെക്ടർ ഫോമുമായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ജനറൽ ഇക്വേഷൻ എന്താണ് ഒരു പ്ലെയിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ, വെക്ടർ ഇക്വേഷനെ ഒരു വെക്ടർ ഇക്വേഷൻ നമുക്കൊരു കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. നമ്മൾ ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ പറഞ്ഞു. വെക്ടർ R dot AI + BJ + CK + D = 0 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇത് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നത്, അതായത് നോർമൽ വെക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതായിരിക്കും അതിൻ്റെ നോർമൽ വെക്ടർ എന്നുള്ളതാണ് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് Aയും Bയും Cയും ആയിരിക്കും. വെക്ടറായിട്ട് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഈ നോർമലായിട്ട് വരുന്ന ഈ ലൈനിൻ്റെ വെക്ടർ ഫോം ആയിരിക്കും ഇവിടെ വരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. നമുക്കൊന്ന് 2 എക്സാമ്പിളൂടെ നോക്കാം. എന്തൊക്കെയാണ് ഈ എക്സാമ്പിളിനകത്ത് ചോദിച്ചിരിക്കുന്നത്? Find the vector equation and normal vector of the plane whose Cartesian equation is. ഇതൊരു പ്ലെയിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 3x - 4y + 12z - 1 = 0. ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഡയറക്ഷൻ റേഷ്യോ ആണ് ഈ ലൈൻ, ഈ പ്ലെയിൻ്റെ ഡയറക്ഷൻ നോർമൽ ടു ദ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ പ്ലെയിൻ്റെ നോർമലായിട്ട് വരുന്ന ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണ് ഏതൊക്കെ? 3 - 4 12 3 - 4 12 അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇതിനെ വെക്ടർ ഫോമിൽ എഴുതാൻ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇറ്റ്സ് വെക്ടർ ഇക്വേഷൻ ഈസ് നമ്മൾ പറഞ്ഞ വെക്ടർ ഇക്വേഷൻ എപ്പോഴും വെക്ടർ R dot 3i - 4j. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ 3 - 4 12 ആയതുകൊണ്ട് അതിന് നമുക്ക് അതിൻ്റെ വെക്ടർ ഫോമിൽ എഴുതിയാൽ 3i - 4j + 12k - 1 = 0. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ വെക്ടർ ഫോം. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ ഫോം എങ്കിൽ വെക്ടർ ഫോം നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പം വെക്ടർ ഫോമിൽ എഴുതണമെന്ന് കാർട്ടീഷ്യൻ ഫോം കിട്ടിയിട്ട് വെക്ടർ ഫോം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. R dot എന്ന് എഴുതിയതിന് ശേഷം X ഉം Y Z മാറ്റുക, അവിടെ IJK ഇടുക, -1 = ബാക്കിയില്ല അതുപോലെ തന്നെ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ കിട്ടും. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതിൻ്റെ നോർമൽ വെക്ടർ. ഇതാണ് നോർമൽ വെക്ടർ. അപ്പോൾ നോർമൽ വെക്ടർ ഏതാണ് ഇവിടെ? നോർമൽ വെക്ടർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 3i - 4j + 12k. ഇതായിരിക്കും നോർമൽ വെക്ടർ.
നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ചോദിച്ചാലാണ് 3 - 4 12 എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ നോർമൽ വെക്ടറായിട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ വെക്ടർ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഈസ്, ഇവിടെ വെക്ടർ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ആർ ബാർ ഡോട്ട് അല്ലെങ്കിൽ വെക്ടർ ആർ ഡോട്ട് 3i - 2j - k ഈക്വൽ ടു 1. അപ്പോൾ ഈക്വൽ ടു 1 എന്നുള്ളത് -1 = 0 എന്ന് ഞാൻ എഴുതി. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം ഇതാണ് നോർമൽ വെക്ടർ എന്നറിയാം. ഇപ്പം നോർമൽ വെക്ടർ ഇതാണെങ്കിൽ, ഇപ്പോൾ അതായത് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് നമുക്കൊരു പ്ലെയിന് തന്നിട്ടുണ്ട്. ഈ പ്ലെയിൻ്റെ ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ആർ ബാർ 3i - 2j - k -1 = 0 എന്ന്. അപ്പോൾ ഇവിടെ ഈ നോർമൽ വെക്ടറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3i - 2j - k. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഏതൊക്കെ ആയിരിക്കും? 3 - 2 - 1 ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ റെക്ടാങ്കിൾ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3x - 2y - z 1z ആണ്. -1 = 0. ഇതായിരിക്കും ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെക്ടർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ ഇക്വേഷനിലോട്ട് വരാനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. വെക്ടർ ഇക്വേഷനിലെ വെക്ടർ ആർ ഡോട്ട് ഉള്ളൂ, അത് എടുത്ത് മാറ്റുക. ഈ ij മാറ്റി അവിടെ x y z മൈനസ് ബാക്കി -1 ആണെങ്കിൽ -1 = 0 എന്ന് എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കാർട്ടീഷ്യൻ ഫോമിലേക്ക് കിട്ടും. അപ്പം വെക്ടർ ഇക്വേഷനിൽ നിന്ന് കാർട്ടീഷ്യൻ ഇക്വേഷനിലും കാർട്ടീഷ്യൻ ഇക്വേഷനിൽ നിന്ന് വെക്ടർ ഇക്വേഷനിലേക്കും പ്ലെയിൻ്റെ ഇക്വേഷനാണ് കൺവേർട്ട് ചെയ്യാൻ എല്ലാവരും പഠിച്ചതെന്ന് കരുതുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഈസ്, ഒരു പ്ലെയിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 2x + 3y - 4z - 3 = 0. ഇങ്ങനെയാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഫൈൻഡ് ദ ഡയറക്ഷൻ റേഷ്യോ ഓഫ് നോർമൽ ടു ദ പ്ലെയിൻ. ഇതിൻ്റെ നോർമലായിട്ട് വരുന്ന ഇങ്ങനെ പ്ലെയിൻ ആണ്. ആ പ്ലെയിൻ്റെ ഇക്വേഷൻ 2x + 3y - 4z - 3 = 0. ഇതിന് നോർമലായിട്ട് വരുന്ന ഈ നോർമൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഏതൊക്കെയാണ്? നമുക്കറിയാം ഇവിടെ വരുന്ന ഈ സംഖ്യകളാണ്. ഏതൊക്കെയാണ്? 2, 3 - 4. ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദി നോർമൽ. Therefore, direction ratio of the normal is equal to 2, 3 - 4. ഈ രീതിയിൽ ഇതായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കൊരു വെക്ടർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് വരാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അവിടുന്ന് വെക്ടർ ഇക്വേഷനിലേക്ക് വരാം. ഇനി ഒരു അതിൻ്റെ കാർട്ടീഷ്യൻ ഫോമിൽ തന്നു കഴിഞ്ഞാൽ ഈ ഇവിടെ വരുന്ന ഈ കോഎഫിഷ്യൻ്റ്, ആദ്യത്തെ 3 കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? നമുക്ക് ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദി നോർമൽ എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുക. ഒരു പ്ലെയിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുക. അടുത്തായിട്ട് നമ്മളൊരു പ്ലെയിൻ്റെ ഇക്വേഷൻ പഠിച്ചു. അതിൻ്റെ വെക്ടർ ഫോം നോർമൽ ഫോമും പഠിച്ചു. ax + by + cz + d = 0 എന്ന് പറയുന്നൊരു ജനറൽ ഇക്വേഷൻ പഠിച്ചു. ഇനി അടുത്തായിട്ട് നമുക്ക് 2 കേസിൽ പ്ലെയിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളെ 2 ഡയമെൻഷണൽ പ്ലെയിനിലെ 2 ഡയമെൻഷനിലെ ലൈൻ്റെ ഇക്വേഷൻ പല ഫോമിൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? 2 പോയിൻറ്റ് ഫോം, 1 പോയിൻറ്റ് ഫോം, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെയിൻ്റെ ഒരു 2 ഇക്വേഷൻ ഇവിടെ പഠിക്കാനുണ്ട്. ഒന്നാമത്തത് 1 പോയിൻറ്റ് ഫോം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ 3 പോയിൻറ്റ് ഫോമാണ്. അപ്പോൾ ആദ്യം നമുക്ക് 1 പോയിൻറ്റ് ഫോം എങ്ങനെയാണ് ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ, അതായത് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇതാണ്. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ ഗിവൺ വെക്ടർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനൊരു പ്ലെയിൻ ഉണ്ടെന്ന് കരുതുക. അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയും. ഈ x1 y1 z1. ഇതിലെ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ. അങ്ങനെ എ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അനേകം പ്ലെയിൻസ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഇങ്ങോട്ട് തിരിച്ച് മറിച്ചൊക്കെ നമുക്ക് അനേകം പ്ലെയിൻസ് നമുക്ക് എ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് മാത്രം പറഞ്ഞാൽ നമുക്കൊരു യുണീക്ക് പ്ലെയിൻ കിട്ടത്തില്ല. അപ്പോൾ അതിനൊരു യുണീക്ക്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു നോർമലും കൂടെ തരും. ഈ ഒരു നോർമലൂടെ തരികയാണെങ്കിൽ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ രീതിയിൽ കൂടെ പാസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു യുണീക്ക് പ്ലെയിൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുണീക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തുമെന്നാണ്. ഇപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പാസ് ചെയ്യുന്ന ഒരു പോയിന്റും അതാണ് ഇവിടെ പറഞ്ഞ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ഗിവൺ വെക്ടർ. ഈ ഗിവൺ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ ഒരാണ്, ഇതിനാണ് ഈ ഒരു ലൈനാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. പാസ് ചെയ്യുന്ന അനദർ പോയിന്റ്, ഈ പ്ലെയിൻ എവിടെയെങ്കിലും പാസ് ചെയ്യുന്ന ഒരു പോയിന്റും ഈ നോർമൽ വെക്ടറോടെ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വെക്ടറും തന്നു കഴിഞ്ഞാൽ ഇതിന് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇക്വേഷൻ കാണാനായിട്ട് എപ്പോഴും
എന്തിനാണെങ്കിലും ജനറൽ പോയിന്റ് എടുക്കാറുണ്ട്. x1 y1 z1 പാസ് ചെയ്യുന്ന പോയിന്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങോട്ടുള്ള നോർമൽ നമ്മൾ n ആയിട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളൊരു മറ്റൊരു പോയിന്റ്, ഈ പ്ലെയിനിൽ മറ്റൊരു പോയിന്റ് പി എടുക്കുന്നു. പി എന്ന് പറയുന്നത് XYZ. നമ്മളെപ്പോഴും ഒരു ഇക്വേഷൻ കാണാൻ നേരത്തെ ഒരു ജനറൽ പോയിന്റ് എടുക്കാറുണ്ട്. അത് ഇവിടെ ആയിട്ടൊരു പോയിന്റ് പി XYZ എടുക്കും. എന്നിട്ട് നമ്മൾ AP ജോയിൻ ചെയ്യുന്നു. നമ്മളൊരു ഒറിജിനും കൂടെ ഇവിടെ എടുക്കുന്നു. ഒരു റഫറൻസ് പോയിന്റ് ആയിട്ട് ഒരു ഒറിജിൻ എന്ന് പറയുന്നത് എടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ OA OP ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. OA എന്ന് പറയുന്നത് വെക്ടർ എയും OP എന്ന് പറയുന്നത് R എന്നും കരുതുക. അപ്പോൾ OA ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വെക്ടർ OA എന്ന് പറഞ്ഞാൽ എയും OP എന്ന് പറയുന്നത് എന്താണ്, R ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ AP എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ അനുസരിച്ച് AP = OP - OA നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് R - A എന്ന്. അപ്പോൾ AP എന്ന് പറയുന്നത് R - A. വേറൊരു കാര്യം, ഈ പ്ലെയിന് ഈ നോർമൽ എപ്പോഴും ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ n ആയിട്ട് എടുക്കുന്നത് n ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് AI + BJ + CK എന്ന് എടുക്കാം. അവിടെ എയും ബിയും സിയും ആ നോർമൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ആണ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നോക്കിയാൽ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ വെക്ടർ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏത് ലൈൻ ജോയിൻ ചെയ്താലും ഏതുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്, ഈ നോർമലുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് AP പെർപെൻഡിക്കുലർ വെക്ടർ എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് 0? APയും എന്നും വെക്ടർ എന്നും പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഇനി APക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? വെക്ടർ R - വെക്ടർ ഡോട്ട് n = 0. ഇതായിരിക്കും ഒരു പ്ലെയിൻ്റെ വെക്ടർ ഇക്വേഷൻ. So the vector equation of a plane passing through a point and perpendicular to a given vector is vector R - vector dot n vector n = 0. ഇതായിരിക്കും ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനും കൂടെ ഒന്ന് നോക്കാം. ഈ 1 പോയിന്റ് ഫോമിൽ ഇതിന് നമ്മൾ 1 പോയിന്റ് ഫോം എന്നാണ് പറയുന്നത്, കാരണം ഒരു പോയിന്റിൽ കൂടിയല്ലേ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ R എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ R എന്ന് പറയുമ്പോൾ ഇതാണ് XYZ ആകുമ്പോൾ ഇതിന് നമുക്ക് XI + YJ + ZK എന്ന് എഴുതാം. A എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? A എന്ന് പറയുന്നത് വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് x1 y1 z ആയതുകൊണ്ട് x1i + y1j + z1k എന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പോണന്റ് ഫോം ഇങ്ങനെയാണ് എഴുതുന്നത്: x1i + y1j + z1k. ഇതിൻ്റെ അത് xi + yj + zk എന്ന് എഴുതി. n ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, n ആയിട്ട് എടുത്തിരിക്കുന്ന ai + bj + ck. അപ്പോൾ നമ്മുടെ വെക്ടർ ഇക്വേഷൻ എന്തായിരുന്നു? വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് വെക്ടർ R - വെക്ടർ ഡോട്ട് n = 0 ആണ്. So what is R - A here? R - A നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ x - x1 എന്ന് വരും. നമുക്ക് ഇവിടെ എഴുതാം. R - A എന്ന് പറയുന്ന വെക്ടർ എന്താണ്? x - x1 into y, y - y1 into j plus z - z1 into k. ഇതായിരിക്കും നമുക്ക് R - A എന്ന് പറയുന്ന വെക്ടർ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് എടുത്താൽ R - A ഡോട്ട് n = അപ്പോൾ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഇതുമായിട്ടുള്ള ഡോട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ വെക്ടറായിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റിന്റെ പ്രോഡക്റ്റിന് സമം, ദാറ്റ് ഈസ് a × x - x1 + b × y - y1 + c × z - z1. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഇത്രയും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അപ്പോൾ ഇതൊരു ഇക്വേഷനായിട്ട് എഴുതിയാൽ ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ദിസ് ക്വാണ്ടിറ്റി = 0 എന്നാണ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമുക്ക് എഴുതാം a × x - x1 + b ×
y മൈനസ് y1 പ്ലസ് c ഇൻറ്റു z മൈനസ് z1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇപ്പോഴാണ് ഇതൊരു ഇക്വേഷൻ ആയത്. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് വെക്ടർ ഇക്വേഷന്? ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിന്റ്. ഇവിടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ a x1 y1 z1 ആണ്. ആൻഡ് perpendicular to a given vector, that is vector equation is vector minus vector dot vector n is equal to 0. ഇനി അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം നമുക്ക് എങ്ങനെ പറയാം? a into x minus x1 plus b into y minus y1 plus c into z minus z1 is equal to 0. ഇതായിരിക്കും ഇതിൻ്റെ കാർട്ടീഷ്യൻ ഫോം. അപ്പം ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നത് നോർമൽ ടു എ വെക്ടർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു എ വെക്ടർ ആയാൽ അതിൻ്റെ വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് വെക്ടർ ഇക്വേഷനിലേക്ക് വരാനായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും നോർമൽ ടു എ വെക്ടർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു എ വെക്ടർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ വെക്ടർ ഫോമും പഠിച്ചു, കാർട്ടീഷ്യൻ ഫോമും പഠിച്ചു. കാർട്ടീഷ്യൻ ഫോം നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? a into x minus x1 plus b into y minus y1 plus c into z minus z1 is equal to 0. ഇതായിരിക്കും അതിൻ്റെ കാർട്ടീഷ്യൻ ഫോം. വെക്ടർ ഫോം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ ax plus by പ്ലസ് സി സെഡ് പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലേക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ നടത്തി കഴിയുമ്പോൾ പ്ലെയിൻ്റെ ഇക്വേഷൻ മാറുകയും ചെയ്യും. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്യാം, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലായിക്കോളും. Look at the first problem. Find the vector equation and Cartesian equation of the plane which passes through the point. ഇങ്ങനെ ഒരു പ്ലെയിൻ ആണ്. ആ പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് 5 - 4 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ വിത്ത് ഡയറക്ഷൻ റേഷ്യോ. ഇവിടെ ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ച് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ ഏതൊക്കെയാണ്? 2, 3, -1 ആണ്. 2, 3, -1 ഇതായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലെയിനിൻ്റെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും ഉണ്ട്, നോർമൽ ടു എ വെക്ടറും ഉണ്ട്. നോർമൽ വെക്ടറും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കാണും? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന പോയിന്റ് നമ്മൾ സാധാരണ രീതിയിൽ x1 y1 z1 ആയിട്ടാണ് എടുക്കാറ്. അത് ഏത് പോയിന്റാണ്? 5, 2, -4. ഇനി ഇവിടെ എ ബി സി എന്ന് തന്നിരിക്കുന്ന ഇതിൻ്റെ നോർമൽ വെക്ടർ നമുക്കറിയാം. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ, നോർമൽ ഓഫ് ദി ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് 2, 3, -1 ആണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ 1 പോയിന്റ് വരുമ്പോൾ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടാൽ അവിടുന്ന് വെക്ടർ ഇക്വേഷനിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യമേ കാർട്ടീഷ്യൻ ഇക്വേഷൻ വരും. എന്താണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ? a into x minus x1 plus b into y minus y1 plus c into z minus z1 സീക്വൻസ്. ഇതായിരിക്കും കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഇവിടെ എയും ബി സിയുടെയും വാല്യൂ ഉണ്ട്, x1 y1 z-ൻ്റെയും വാല്യൂ ഉണ്ട്. ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും എക്സും വൈ സെഡും ഇക്വേഷനകത്ത് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ എയുടെ സ്ഥാനത്ത് 2 into x minus 5 plus b into 3 into y minus 2 plus c into c എന്ന് പറഞ്ഞാൽ തന്നെ -1 ആണ്. -1 into z minus plus minus of minus plus 4 is equal to 0. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താ വരും? ഇവിടെ z plus 4 ആണ്. 2x minus 10 plus 3y minus 6 minus z minus 4 is equal to 0. അപ്പോൾ വേരിയബിൾസ് ഒക്കെ ആദ്യം എഴുതിയാൽ 2x plus 3y minus z ഇവിടെ -20 is equal to 0. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെക്ടർ ഇക്വേഷൻ കാണാൻ നമുക്ക് എളുപ്പമാണ്. ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ കാണുക എന്ന് പറയുമ്പോൾ എന്താണ് വെക്ടർ ഇക്വേഷൻ? വെക്ടർ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും വെക്ടർ r ഡോട്ട്, പിന്നെ ഇവിടെ എക്സും വൈ സെഡും അങ്ങ് മാറ്റിയിട്ട് നമുക്ക് അവിടെ 2y plus 3j minus 1k മൈനസ് ആ കോൺസ്റ്റന്റ് അതുപോലെ തന്നെ എഴുതണം സീക്വൻസ്. ഈ രീതിയിൽ എഴുതിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എക്സും വൈയും മാറ്റുക, ഇസഡിന് പകരം നമുക്ക് k എന്ന് ഇട്ട് കൊടുത്താൽ -1 k ക്യാപ്പ് സീക്വൻസ് 0. ഇതായിരിക്കും ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി വെക്ടർ ഇക്വേഷൻ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ പാസസ് ത്രൂ ദ പോയിന്റ് 1, 4, 6. ഇങ്ങനെ ഒരു പ്ലെയിൻ ആണ്. അത് പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഈ പോയിന്റ് എന്ന് പറയുന്നത് 1, 4, 6 ആണ്. ആൻഡ് നോർമൽ വെക്ടർ ടു ദ പ്ലെയിൻ ഈസ്
ഇങ്ങോട്ടൊരു നോർമൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്ന i-2j പ്ലസ് k എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നമുക്ക് പാസ് ചെയ്യുന്ന പോയിന്റ് x1 y1 z1 കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? 146 ആണ്. ഡയറക്ഷൻ റേഷ്യോ ABC നമുക്ക് ഈ നോർമലിൻ്റെ ഇക്വേഷനിൽ നിന്ന് കിട്ടും. ഏതാണ് നോർമലിൻ്റെ ഇക്വേഷൻ? 1 - 2 1. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആദ്യം നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ നോക്കാം. അതെങ്ങനെയാണ്? a ഇൻറ്റു x മൈനസ് x1 പ്ലസ് b ഇൻറ്റു y മൈനസ് y1 പ്ലസ് c ഇൻറ്റു z മൈനസ് z1. അപ്പോൾ ഇനി ഓരോ വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് b ഇൻറ്റു b എന്ന് പറഞ്ഞാൽ -2 ആണ്. y മൈനസ് y1 എന്ന് പറയുമ്പോൾ എന്താണ്? 4 ആണ്. പ്ലസ് c ഇൻറ്റു c എന്ന് പറഞ്ഞാൽ 1 ആണ്. z മൈനസ് z1 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുത്താൽ നമുക്ക് x മൈനസ് 1 മൈനസ് 2y പ്ലസ് 8 പ്ലസ് z മൈനസ് 6 ഉണ്ട്. അപ്പോൾ എന്ത് വരും? x മൈനസ് 2y പ്ലസ് z. ഇവിടെ 8 മൈനസ് 7 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതായിരിക്കും ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ വെക്ടർ ഇക്വേഷനൂടെ കാണണം. വെക്ടർ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി? വെക്ടർ ഇക്വേഷൻ എഴുതുമ്പോൾ r ഡോട്ട് i മൈനസ് 2j എക്സും വൈസും മാറ്റുക പ്ലസ് k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതായിരിക്കും ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ. ഇതതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ലുക്ക് അറ്റ് ദ third question. Find the vector and Cartesian equation of the plane that passes through the point 1, 2, 3 and perpendicular to the vector. അതായത് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പ്ലെയിൻ തന്നിട്ടുണ്ട്. നേരത്തെ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പാസ് ചെയ്യുന്ന പോയിന്റ് 1, 2, 3 ആണ്. ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വെക്ടർ പറയുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? വെക്ടർ ഇക്വേഷൻ 2i പ്ലസ് 3j പ്ലസ് 4k എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞത്. ഇതിൻ്റെ ഇക്വേഷൻ കാണാൻ പറയുമ്പോൾ നമുക്ക് പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. നമ്മൾ സാധാരണ x1 y1 z1 ആണ് എടുക്കുന്നത്. അത് 1, 2, 3 നമുക്ക് എടുക്കാം. പിന്നെ ഡയറക്ഷൻ റേഷ്യോ ഓഫ് ദി നോർമൽ. ഇതിൻ്റെ പെർപെൻഡിക്കുലർ വെക്ടർ ആണ് തന്നിരിക്കുന്നത്. എപ്പോഴും നോർമൽ എന്ന് പറയണമെന്നില്ല. ഒരു വെക്ടർ വന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണെന്ന് പറയുമ്പോൾ അവിടെ ഡയറക്ഷൻ റേഷ്യോ ഏതൊക്കെയാണ്? 2, 3, 4 ആണ്. 2, 3, 4 ആയിരിക്കും. ഇനിയിപ്പോൾ ഇക്വേഷൻ എഴുതാമല്ലോ. നമ്മോട് രണ്ടും പറഞ്ഞിട്ടുണ്ട്. കാർട്ടീഷ്യൻ ഇക്വേഷൻ നമ്മുടെ ഫോർമുല a ഇൻറ്റു മൈനസ് x1 പ്ലസ് b ഇൻറ്റു y മൈനസ് y1 പ്ലസ് c ഇൻറ്റു z മൈനസ് z1 സീക്വൽ 0 ആണ്. അപ്പോൾ ഇനി വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു x മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു y മൈനസ് 2 പ്ലസ് 4 ഇൻറ്റു z മൈനസ് 3 സീക്വൽ 0 തരും. അപ്പോൾ 2x മൈനസ് 2 പ്ലസ് 3y മൈനസ് 6 4z മൈനസ് 12 സീക്വൽ 0. എക്സ്പാൻഷൻ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് വേരിയബിൾ ആദ്യം എഴുതി കഴിഞ്ഞാൽ 2x പ്ലസ് 3y പ്ലസ് 4z മൈനസ് 20 സീക്വൽ 0. ഇതായിരിക്കും ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ നോക്കി നമുക്ക് വെക്ടർ ഇക്വേഷൻ എഴുതാമല്ലോ. വെക്ടർ ഇക്വേഷൻ എപ്പോഴും വെക്ടർ r ഡോട്ട് i എക്സും വൈ ഇസഡും മാറ്റിയാൽ 2i പ്ലസ് 3j പ്ലസ് 4k മൈനസ് 20 ഈക്വൽ ടു 0. ഇതായിരിക്കും ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ. അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ കിട്ടിയാൽ പെട്ടെന്ന് നമുക്ക് വെക്ടർ ഇക്വേഷനിലേക്ക് വരാൻ സാധിക്കും. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. If O is the origin and coordinates of P are 1, 2, 3, then find the equation of the plane passing through P and perpendicular to OP. അതായത് ഇങ്ങനെ ഒരു പ്ലെയിൻ ആണ്. ഇതിലൊരു പോയിന്റ് P ആണ്. O is the origin. ഇപ്പോൾ ഈ പാതയുടെ ഒരു ഒറിജിൻ നമ്മൾ അടയാളപ്പെടുത്തുകയെന്ന് വിചാരിച്ചു. O is the origin. ഒറിജിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും 0, 0, 0 ആണ്. P is the point 1, 2, 3 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വന്നിട്ട് ഇതിന് ഈ പ്ലെയിനിന് നോർമലായിട്ട് വന്നിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിരിക്കുകയാണ്. ചോദ്യം മനസ്സിലായി. O is the origin and coordinates of P are
ഈ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ പാസിംഗ് ത്രൂ പി, പിയിൽ കൂടി കടന്നു പോകുന്ന ഒരു പ്ലെയിൻ ആണ്, ആൻഡ് പെർപെൻഡിക്കുലർ ടു ഒ പി, ഒ പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ നമുക്ക് നോർമൽ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കിട്ടി x1 y1 z1 ആണ് എന്ന് പറയുന്നത് 1 2 3 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ഈ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് നമുക്കറിയാം. അപ്പോൾ അവിടുന്ന് ഡയറക്ഷൻ റേഷ്യോ എ ബി സി നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഡയറക്ഷൻ റേഷ്യോ ഓഫ് നോർമൽ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഡിഫറൻസ് ഓഫ് കോർഡിനേറ്റ്സ് ആണ്. കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ്, ദാറ്റ് ഈസ് 1 - 0, 2 - 0, 3 - 0, ദാറ്റ് ഈസ് 1 2 3. ഇതായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 2 3 ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. therefore required equation is a into x minus x1 plus b into y minus y1 plus c into z minus z1 is equal to 0. എന്ന് പറയുമ്പോൾ a എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1. ബിയുടെ സ്ഥാനത്ത് 2 എഴുതി, y minus 2 പ്ലസ് സിയുടെ സ്ഥാനത്ത് 3 എഴുതി, z minus 3 എഴുതി. ഇപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ നടത്തിയാൽ x minus 1 2y minus 4 3z minus 9 is equal to 0. That is x plus 2y plus 3z minus 14 is equal to 0. ഇതായിരിക്കും ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ. ഇവിടെ ഇതിൻ്റെ റിക്വയർഡ് ഇക്വേഷൻ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷനാണ് എഴുതി. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട്.